ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ജിഷ്ണു ചേട്ടൻ്റെ ഒരു കോൾ വരുവാണ്, ഒരു റീൽ എടുക്കാൻ ആയോന്ന്. അപ്പോൾ തന്നെ ഞാൻ ഒരുങ്ങി കിട്ടി. അപ്പുറത്ത് വരുന്നത് നമ്മുടെ മീനാക്ഷിയുടെ അമ്മയാണ് കേട്ടോ. അപ്പോൾ മിനിയാൻ്റെ പിടിച്ച് എൻ്റെ വ്ളോഗിലിട്ടപ്പോൾ അയ്യോ പോത്തെന്നൊക്കെ കിടന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ മീനാക്ഷിയുടെ അമ്മയും പിടിച്ച് എൻ്റെ വ്ളോഗിലിട്ടു, പാവം. അത് കഴിഞ്ഞ് ഞാൻ ഒരുങ്ങി കിട്ടിയിരിക്കുന്ന ഒരു വീഡിയോ മീനാക്ഷി എനിക്ക് എടുത്തു തന്നു. അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിന്നപ്പോഴാണ് നമ്മുടെ അപ്പുചേട്ടനെ ഞാൻ കണ്ടപ്പോൾ അപ്പുചേട്ടനെയും വീട്ടിൽ പിടിച്ച് എൻ്റെ വ്ളോഗിലും കിട്ടും. അപ്പുചേട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ചേട്ടനായിട്ടൊക്കെ വരും കേട്ടോ. എൻ്റെ കുഞ്ഞാൾ മുതൽ വളർത്തിയ എൻ്റെ ഒരു ചേട്ടനാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ആൾക്ക് ഇത്ര പ്രായമായിട്ടും വലിയ പക്വതൊന്നും ആയിട്ടില്ല. കൊച്ചു പിള്ളേരുടെ സ്വഭാവമാണ് ഇങ്ങനെ. കൊച്ചു പിള്ളേരെ പോലെ ഒരു കുരുത്തക്കേട് കാണിക്കുക, ഞങ്ങളുടെ കൂടെ ഞങ്ങളെ വന്ന് ഇറിറ്റേറ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ഓരോ പരിപാടികളാണ് ആൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് തന്നെ കാണാൻ പിള്ളേരെ പോലെ ഓരോരോ കുരുത്തക്കേടുകൾ കാണിച്ചുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് ഞങ്ങളുടെയൊക്കെ കയ്യിൽ നിന്ന് ഓരോന്ന് മേടിക്കുന്ന പെറ്റയുടെ കുത്തിനൊക്കെ കയറി പിടിക്കുന്നുണ്ട്. പെറ്റയുടെ നിന്ന് അടി വാങ്ങിച്ചു, എൻ്റെ നിന്ന് അടി വാങ്ങിച്ചു. പക്ഷേ ആൾ ഭയങ്കര പുള്ളയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ. പിന്നെ ഞങ്ങൾ റീൽ എടുക്കുന്ന സ്ഥലത്ത് നിന്ന് അതാ ജിഷ്ണു ചേട്ടനുണ്ട് എൻ്റെ പുറകിൽ, പിന്നെ രാഹുലേട്ടനുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ ഞങ്ങൾ റീൽ എടുക്കുന്ന സ്ഥലം. ഇത് നമ്മുടെ കൊല്ലം ചുറ്റുമല അമ്പലത്തിൻ്റെ പുറംഭാഗമായിട്ട് വരും. ഇതൊരു ചിറ പോലെയാണ്, നടുക്ക് നിൽക്കുന്ന പോർഷനിലാണ് ഞങ്ങൾ പോയി റീൽ എടുക്കാറ്. വെള്ളത്തിൽ കൂടെ നടന്ന് കഷ്ടപ്പെട്ടൊക്കെയാണ് ഗൈസ് ഞങ്ങൾ പോയി റീൽ എടുക്കുന്നത്. ഇവിടെ കൂടെ നടന്ന് വേണം ആ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് ചെല്ലാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ കിടന്ന് തുള്ളി കളിക്കുന്നുണ്ട്, എന്തിനാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. പിന്നെ രാഹുലേട്ടനായിട്ട് കാര്യമായിട്ട് എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്, റീൽ എടുക്കുന്ന കാര്യമായിരിക്കും. പിന്നെ ഞങ്ങൾ ബാക്കപ്പം പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. അതാ ബാക്കിൽ എൻ്റെ ചേട്ടനുണ്ട്, ജിഷ്ണു ചേട്ടനുണ്ട്, രാഹുലേട്ടൻ ചെരുപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഒരു ഹായ് കാണിക്കാനുള്ള മനസ്സ് കാണിച്ചു, പാവം. പിന്നെ വന്നപ്പോൾ തന്നെ മീനാക്ഷിയുടെ വായിരിക്കുന്ന എല്ലാം കേട്ടു. ട്യൂഷൻ എടുക്കാൻ പോകാൻ ലേറ്റായെന്ന് പറഞ്ഞ് എന്നെ കിടന്ന് വിളിക്കുന്നുണ്ട്. മീനാക്ഷിയും പിടിച്ച് ഞാൻ എൻ്റെ വ്ളോഗിലിട്ടു. പിന്നെ അത് കഴിഞ്ഞ് വൈകിട്ട് വന്നപ്പോഴാണ് ഗൈസ് ഒരു കാര്യം അറിഞ്ഞത്. ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തുനിന്ന് തെങ്ങ് ഒടിഞ്ഞ് വീടിൻ്റെ മണ്ടയ്ക്കോട്ട് വീണു. പക്ഷേ ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. നിങ്ങൾക്ക് കുറേ കരിക്കും ഒക്കെ കഴിക്കാനൊക്കെ കിട്ടി. പിന്നെ ഈ തെങ്ങിൻ്റെ മണ്ടഭാഗമുണ്ട് ഗൈസ്, അതാണ് ഇവർ കഴിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ അതിന് പറയുന്നതെന്ന് അറിയില്ല. അതാണ് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഇവിടെയൊക്കെ അത് കഴിക്കും, കല്ലൊക്കെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മീനാക്ഷി അത് കഴിച്ചിട്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഞാൻ വീഡിയോയിൽ എടുക്കാമെന്ന് പോലും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ജാനിക്കുട്ടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വിശേഷം. ബൈ ബൈ.